അഭിലാൽ, ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ച് കാറ് ഈ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നൊരു നിഗമനമാണല്ലേ? അതെ, തിരുവനന്തപുരം ഭാഗത്തുനിന്നും വന്ന വാഹനം എതിർ ദിശയിൽ വന്ന തീർത്ഥാടകരുടെ വാഹനത്തിലേക്ക് പാഞ്ഞു കയറി എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് വാഹനങ്ങൾ ഇടിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരാളുടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാറ് വലതുവശത്തേക്ക് പാഞ്ഞു കയറി ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ കൂടുതൽ പേർ എത്തുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ എടുക്കാൻ കഴിയുകയില്ല. കാരണം ഈ വിവരം അറിഞ്ഞതിൻ്റെ ഒരു ആഘാതത്തിലാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അപകടത്തിൽ കാറിൽ ആകെ ഉണ്ടായിരുന്ന 4 യാത്രക്കാരാണ്. ആ 4 യാത്രക്കാരും മരണമടഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട, കോന്നി, മല്ലശ്ശേരി സ്വദേശികളായിട്ടുള്ള ആളുകളാണ് മരണമടഞ്ഞത്. അനു എന്ന 26-കാരി, അവരുടെ പിതാവ് ബിജു, നിതിൻ എന്ന യുവാവ്, നിതിൻ്റെ അച്ഛൻ മത്തായി ഈപ്പൻ എന്നിവരാണ് മരണമടഞ്ഞത്. 3 പേർ സംഭവ സ്ഥലത്തും ഒരാൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ 3 പേരിപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണുള്ളതല്ലേ? അവരുടെ യാത്രക്കാരായിട്ടുള്ള ശബരിമല തീർത്ഥാടകർക്ക് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മുറിക്ക് അകത്ത് ഡ്രസ്സിംഗ് റൂമിലാണ് ഇപ്പോൾ 3 പേരുടെയും മൃതശരീരങ്ങളുള്ളത്. അനു എന്ന 26-കാരി പത്തനംതിട്ട നഗരത്തിലെ മുത്തൂറ്റ് എന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്ന വേളയിലാണ് മരണമടഞ്ഞത്.